നമ്മുടെ ചാനലിൻ്റെ പേര് വീണ്ടും മലയാളം റെസിപ്പീസ് ആർ സിമ്പിൾ എന്നാക്കിയിട്ടുണ്ട്. കാരണം യൂട്യൂബ് സെർച്ചസിൽ മറ്റേ പേര് കുറച്ച് കോമ്പറ്റേറ്റീവ് ആയിരുന്നു, അത്രയ്ക്കും യുണീക്ക് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് സജഷൻ കിട്ടി ചാനലിൻ്റെ പേര് തിരിച്ച് റിവേർട്ട് ചെയ്യണമെന്ന്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കേരള ഫേവറേറ്റ് അപ്പമാണ്, വെള്ളപ്പം. ഈസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന റെസിപ്പിയാണിത്. നല്ല വെളുത്ത, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പം നമുക്ക് ഉണ്ടാക്കാം. നല്ല അപ്പം ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? മുട്ട റോസ്റ്റ്, ചിക്കൻ കറി, വെജിറ്റബിൾ സ്റ്റൂ, ബീഫ് കറി, എന്തൊക്കെ ഐറ്റംസിനായിട്ട് നന്നായി ചേർന്ന് പോകണ ഈ അപ്പം നമ്മുടെ കേരളം വിസിറ്റ് ചെയ്യണ ഒരുപാട് ഫോറിനേഴ്സിന് വരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റുള്ള അപ്പം ഈസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. 3 കപ്പ് പച്ചരി വേണം. ഞാൻ ഉപയോഗിക്കുന്നത് ബ്രോക്കൺ റൈസ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന പച്ചരിയാണ്. കാരണം മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് ആ ബ്രോക്കൺ റൈസ് ആയിട്ട് തുടങ്ങുമ്പോൾ തന്നെ. ഇത് കിട്ടാനില്ലെങ്കിൽ കുഴപ്പമില്ല, പച്ചരി കിട്ടുന്നത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ ബ്രോക്കൺ റൈസ് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായി കഴുകിയെടുക്കണം. വെള്ളം ക്ലിയറായി വരുന്നത് വരെ നമുക്കൊന്ന് റിൻസ് ചെയ്യാം. ഇനി ബൗൾ നിറയെ വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാൻ മാറ്റി വയ്ക്കാം. സോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈസ്റ്റ് എടുക്കാം. ഇവിടെ 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് എടുക്കുന്നത്. ഞാൻ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു കപ്പിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും ചേർത്ത് ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കാറ്റധികം കൊള്ളാത്ത സ്ഥലത്ത് മാറ്റി വെച്ചാൽ ഇതൊന്ന് പതിഞ്ഞ് വരും. പതിഞ്ഞ് വരേണ്ടതാണ് ഈസ്റ്റ് നല്ലതാണെങ്കിലും, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ കറക്റ്റ് ആണെങ്കിലും. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത അരി ഇപ്പോൾ നമുക്കത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ അത് സോക്ക് ചെയ്ത വെള്ളവും കളയുന്നില്ല, അത് മാറ്റി വയ്ക്കണം. ഇനി നമ്മുടെ മിക്സി എടുക്കുന്നുണ്ട്. എന്നിട്ട് സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത അരി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1.5 കപ്പ് ആ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം ചേർക്കുന്നുണ്ട്. ആദ്യം 1.5 കപ്പാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുവിധം ഗ്രൈൻഡായി വരുന്നത് വരെ നമുക്ക് അത് അരച്ചെടുക്കാം. ഒരുവിധം നമ്മുടെ അരിയൊക്കെ അരച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് 1.5 കപ്പ് ചെറിയ തേങ്ങ ആഡ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ഒപ്പം 1/2 കപ്പും കൂടി നമ്മുടെ സോക്ക് ചെയ്യാൻ യൂസ് ചെയ്ത ആ വെള്ളം. ഓരോ സ്റ്റേജിലും ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോകണ്ട. ഇപ്പോൾ ഞാൻ 1/2 കപ്പും കൂടിയാണ് ചേർത്തത്. എന്നിട്ട് പിന്നെയും ഇത് അരച്ചെടുക്കണം. തേങ്ങ ചെരുവിയതൊക്കെ നന്നായി ഗ്രൈൻഡ് ചെയ്ത് കിട്ടണം. ഇപ്പം നമ്മുടെ മിക്സി ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മിക്സിയുടെ ആ സൈസ് ബ്ലെൻഡർ ജാറാണ്. ഇതിലേക്കാളും കുഞ്ഞാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ബാച്ചസിൽ ഒരു 2 ബാച്ചിലോ 3 ബാച്ചിലായിട്ട് അരച്ചെടുക്കണം. എൻ്റെ ഇതിൽ കപ്പാസിറ്റി കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ അടിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് ചോറ് ആഡ് ചെയ്യണം. ഞാനിവിടെ വൈറ്റ് റൈസ് കുക്ക് ചെയ്തതാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി നല്ല വൈറ്റ് അപ്പമായിരിക്കും. നമ്മുടെ ചുവന്നരി ചോറായാലും കുഴപ്പമൊന്നുമില്ല, കളർ അത്രയും വൈറ്റ് ആവില്ല എന്നുള്ളൂ. ഇതൊരു സ്പാച്ചില കൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി 1/4 കപ്പും കൂടി നമ്മുടെ സോക്കിംഗ് വാട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം, ചോറ് നന്നായി ഗ്രൈൻഡായി കിട്ടുന്നത് വരെ. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. സ്മൂത്ത് ആയിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടാവും. അതുണ്ടാവും നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്ററിന്, കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ ഈസ്റ്റ് മാറ്റി വെച്ച സൊല്യൂഷൻ നന്നായി പതിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം.
കണ്ടോ, നമ്മളിങ്ങനെ വിരലിൻ്റെ ഇടയിൽ ഇത് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പുണ്ട്. അപ്പോൾ ഈ ബാറ്ററിലേക്ക് നമ്മളുടെ ഈസ്റ്റ് പതിഞ്ഞ സൊല്യൂഷനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം 1 ടീസ്പൂണോളം ഉപ്പും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ ഒരു ലൂസ് പാൻകേക്ക് ബാറ്റർ അല്ലെങ്കിൽ ദോശ ബാറ്റർ പോലെ ഇരിക്കും. ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പോ പഞ്ചസാരയോ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഇത് മാറ്റി വയ്ക്കാം. ഞാൻ മിക്കപ്പോഴും ഒരു ബേസിനിലൊക്കെ ഇറക്കി വെക്കാറുണ്ട്. കാരണം ചില ചൂട് കൂടിയ രാത്രിയാണെങ്കിൽ ഇടയ്ക്ക് ഇത് നന്നായി പൊങ്ങി വന്ന് പുറത്തേക്ക് പോകാറുണ്ട്. അല്ലെങ്കിൽ നല്ല വലിയ കലം പോലത്തെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതി. അപ്പോൾ രാവിലെ ആയപ്പോൾ നന്നായി പതിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ ഇതുപോലെ. അപ്പം ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ ഒന്ന് നന്നായി താഴ്ത്തുനിന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കട്ടി കൂടുതൽ തോന്നണമെങ്കിൽ ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്യാം. പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്യുന്നതോറും നമ്മുടെ അപ്പത്തിൻ്റെ സൈഡ് ഒന്നും കൂടി ബ്രൗൺ ആയി കിട്ടും. ചിലർക്ക് അത് ഇഷ്ടമാണ്. അപ്പച്ചട്ടി നന്നായി ചൂടാക്കിയെടുക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പച്ചട്ടിയിൽ ഇടയ്ക്ക് നമ്മുടെ മാവ് ഇങ്ങനെ ഒന്ന് ഓടിക്കളിക്കാനൊരു ടെൻഡൻസി ഉണ്ട്. ഇങ്ങനെ പറ്റുകയാണെങ്കിൽ ആദ്യം ഒരു ബുൾസായി പൊട്ടിച്ച് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് തുടച്ചിട്ട് എന്നിട്ട് നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം. ഇത് ചിലർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, അപ്പച്ചട്ടിയിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇത് ചുറ്റി എടുത്തിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കണം. അല്ലാണ്ട് ദോശയ്ക്ക് പരത്തണ പോലെ തവി കൊണ്ട് പരത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പച്ചട്ടിയുടെ മുകളിൽ നമ്മൾ കൈ പിടിച്ചാൽ അറിയാം ചൂടായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ചൂടായതിന് ശേഷം നമുക്ക് ഒരു തവി നിറയെ ഇതുപോലെ ബാറ്റർ ഒഴിക്കാം. എന്നിട്ടൊരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ചുറ്റി കൊടുക്കാം. ഒരു 2 പ്രാവശ്യം നന്നായി ചുറ്റിയാൽ മതിയാവും ഇതുപോലെ. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് തീ കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ചുറ്റുന്നതാണ് എപ്പോഴും നല്ലത്, നന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് ഈ അപ്പത്തിൻ്റെ സൈഡ്സ് ഒന്നും കൂടി ഗോൾഡൻ ആയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്നും കൂടി തീ കൂട്ടി വെക്കണം, അത് ഗോൾഡൻ ആവണ വരെ. ചിലർക്ക് വൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് സൈഡ് ഒന്ന് ക്രിസ്പ് ആവുന്നതാണ് ഇഷ്ടം. പിന്നെ സെൻറ്റർ ഇതുപോലെ ഒന്ന് പഫ്ഡ് ആയിരിക്കണം, തൊട്ട് നോക്കിയാൽ നനവൊന്നും ഉണ്ടാവരുത്. ഓരോ അപ്പം ചുട്ട് കഴിയുമ്പോൾ ഇതുപോലെ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്തത് ചുടാൻ നോക്കാം. 5 സെക്കൻഡ് കൗണ്ട് ചെയ്തു. 2 or 3 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കാം ഒരേ ഡയറക്ഷനിൽ. തീ കുറച്ച് വെച്ചിട്ടാണ് അപ്പം ചുടുന്നത്. തുറന്നതിന് ശേഷം വേണമെങ്കിൽ തീ കൂട്ടിയാൽ മതി, ക്രിസ്പായിട്ട് ഗോൾഡൻ എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിത് പേപ്പർ മില്ലാണ് വിരിച്ചിടുന്നത്. ഓരോ അപ്പം ചുട്ട് കഴിയുമ്പോൾ ചുട്ട ഉടനെ അടക്കി കൊടുക്കരുത്, പേപ്പർ മില്ല് വേറെ വേറെ ആയിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ നമ്മളൊരു 4 അപ്പം ചുട്ടതിന് ശേഷം നമുക്കിനി അത് ഒരു അടക്കി കൊടുക്കാം. അപ്പോഴേക്കും ഒന്ന് ചൂടാറിയിട്ടുണ്ടാവും. ആദ്യം തന്നെ ഇത് ലെയറായിട്ട് അടക്കി കൊടുക്കുകയാണെങ്കിൽ ആ നടുക്ക് ഉള്ള ഭാഗം ഒട്ടിപ്പിടിക്കും, നമ്മുടെ അപ്പത്തിൻ്റെ ആ ഭംഗി കുറഞ്ഞു പോകും. പിന്നെ അതുപോലെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അപ്പം 4ാമത്തെ അപ്പം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് സ്റ്റാക്ക് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് പിന്നെയും അതേപോലെ തന്നെ 4 അപ്പം ആവണ വരെ പിന്നെയും ചുട്ട് എടുത്ത്, അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടി ഫ്ലവർ അപ്പം, പൂവപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെയാണ് ചുറ്റിക്കെടുക്കേണ്ടത്. റൗണ്ടിൽ ചുറ്റാതെ ഇതുപോലെ ഒരു സ്റ്റാർ ഷേപ്പ് വരയ്ക്കണ പോലെ ചുറ്റിക്കൊടുത്താൽ നമുക്ക് നല്ല ഫ്ലവർ അപ്പം ഉണ്ടാക്കാം. അതും നല്ല ഭംഗിയാണ്.
അങ്ങനെ നമ്മുടെ നല്ല വൈറ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി അപ്പം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയോ മുട്ടക്കറിയോ വെജിറ്റബിൾ സ്റ്റൂ എന്തിനൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം. വെറും തേങ്ങാപ്പാലും പഞ്ചസാര കൂട്ടി കഴിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടം വെള്ളപ്പം മുട്ട റോസ്റ്റാണ്. കുറച്ച് ജനറൽ ടിപ്സാണ് അപ്പം ഉണ്ടാക്കുമ്പോൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കാൻ സാധ്യത അല്ലെങ്കിൽ ഓടിക്കളിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം ഒരു ബുൾസൈ ഉണ്ടാക്കി അത് തുടച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് മിക്കപ്പോഴും സോൾവ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ വെച്ചിട്ട് നോൺ സ്റ്റിക്ക് പാന് തുടയ്ക്കരുത്. ഇങ്ങനെ ചെയ്താലും നമ്മുടെ ബാറ്റർ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ ഉരുണ്ട് കളിക്കുള്ളൂ. നമ്മുടെ അപ്പമായിട്ട് ഇങ്ങനെ പരന്ന് വരില്ല. അത് നമ്മുടെ അപ്പച്ചട്ടി ആവശ്യത്തിന് ചൂടായിട്ടില്ലെങ്കിലും ഇതേപോലെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യത്തിന് ചൂടായിട്ടുണ്ടാവണം. ഇനി കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ വീണ അപ്പച്ചട്ടി ആണെങ്കിൽ ശകലം എണ്ണ തടവി കൊടുക്കാം. പക്ഷെ നമ്മൾ അപ്പം ചൂടാൻ തുടങ്ങുന്നതിന് മുമ്പായിരിക്കണം ഓരോ അപ്പത്തിൻ്റെ ഇടയിൽ എണ്ണ തടവി കൊടുക്കരുത്. സൈഡ്സ് ഗോൾഡൻ ആയിട്ടുള്ള അപ്പം വേണമെങ്കിൽ കുറച്ചും കൂടി നേരം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ തുറന്നതിന് ശേഷം ഇത്തിരി നേരം തീ കൂട്ടി വെച്ചിട്ടും കുക്ക് ചെയ്യണം. പഞ്ചസാര കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ ഗോൾഡൻ എഡ്ജസ് കിട്ടാൻ ഒന്നും കൂടി എളുപ്പമാണ്. പക്ഷെ എല്ലാവർക്കും മധുരമുള്ള അപ്പം ഇഷ്ടമാവണമെന്നില്ല. ഒന്നും കൂടി ക്രിസ്പും ലൈറ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ ചിലർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉണ്ടാക്കണ നേരത്ത് ചേർക്കുന്നതാണ്. പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മൾ ബാറ്റർ അരച്ചു വെക്കുമ്പോഴല്ല ചേർക്കുന്നത്, ചൂടുന്നതിന് തൊട്ട് മുമ്പാണ്. അപ്പത്തിൻ്റെ നടുഭാഗം എപ്പോഴും കുറച്ച് സോഫ്റ്റും പൊങ്ങിയിരിക്കും. അതാണ് അപ്പത്തിൻ്റെ ഷേപ്പ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അപ്പപ്പൊടി വെച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കിയെങ്കിൽ ശ്രദ്ധിക്കണം, അതിൽ മിക്കപ്പോഴും ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് ഒരുപാട് പഴകിയ ഈസ്റ്റ് ആയിരിക്കരുത്, അല്ലെങ്കിൽ അത് പതിഞ്ഞ് കിട്ടൂല. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ചൂട് ഒരുവിധം ചൂടുണ്ടാവണം. നല്ല ചൂട് കൂടിപ്പോയാൽ ഈസ്റ്റിന് അത് കില്ല് ചെയ്യും. അതുകൊണ്ട് അത് വർക്ക് ആവില്ല. തണുപ്പുള്ള സ്ഥലത്താണ് നിങ്ങളെങ്കിൽ ഈ അപ്പത്തിൻ്റെ ബാറ്റർ റൈസായി കിട്ടാൻ കുറച്ചും കൂടി പ്രയാസമാണ്. ഇതിനു വേണ്ടി ചെയ്യാവുന്നൊരു വഴി, ഒരു ഓവൻ മോഡറേറ്റ് ഹീറ്റിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം ഒരു 5 മിനിറ്റ്. അതിനുശേഷം ഓവൻ ഓഫ് ആക്കിയിട്ട് അപ്പത്തിൻ്റെ ബാറ്റർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് രാത്രി മുഴുവൻ അടച്ചു വെച്ചാൽ മതി. പക്ഷേ ഒരു ട്രേ താഴെ വെക്കണം, ഇതുപോലെ റൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് മിക്കപ്പോഴും നന്നായിട്ട് പൊന്തി വരാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ടിപ്പാണ്. ബാക്കി വരുന്ന ബാറ്റർ നമുക്ക് നല്ല എയർ ടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു കുഴപ്പമുണ്ടാവില്ല. പുറത്ത് വെച്ച് ആ തണുപ്പൊന്ന് മാറിയതിന് ശേഷം ഉപയോഗിക്കാവും. ഞാൻ ഇതുപോലത്തെ സ്പെഗറ്റി സ്റ്റോർ ചെയ്യണ കണ്ടെയ്നേഴ്സിൽ ടൈറ്റാക്കി അടച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ അത് സ്ഥലമൊന്നും വേസ്റ്റ് ആക്കാണ്ട് തന്നെ വെക്കാൻ പറ്റും. പിന്നെ ഞാനൊരു പ്രാവശ്യം രാവിലെ തന്നെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ബാറ്റർ മുഴുവൻ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ അടുത്ത ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ രാവിലെ എണീറ്റപ്പോൾ പിന്നെയും ഫ്രിഡ്ജിലിരുന്ന് അത് റൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് പതിഞ്ഞു പോയി ഫ്രിഡ്ജ് മുഴുവൻ മെസ്സായി അത് ക്ലീൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ബാക്കി വരുന്ന ആ ബാറ്റർ വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ ടിപ്സും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കണവർക്കും ബിഗിനേഴ്സിനൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കമൻറ്റ് ഇടണം. ഫോട്ടോസ് എടുക്കണം, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.